ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു മട്ടൻ ചുക്ക ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നേരെ വാ. ഇതൊക്കെയാണ് സാധനങ്ങൾ കേട്ടോ. റെഡി. ചൂടായ ഒരു കുക്കറിലേക്ക് നമ്മൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. അതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി സാധനം ജീരകം ഒന്ന് വറന്നു വന്നതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇതാ അടിപൊളിയായി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സംഭവം ഒരു 5 മിനിറ്റിന് ശേഷം സവോളൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്കിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് അത് പേസ്റ്റാക്കിയതാണ് കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അടിപൊളി ആ ഒരു പച്ചമണമൊക്കെ പോകുന്നവരെ. ഓക്കെ. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കണ്ടീഷനിലായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ അല്പം ഗരം മസാല, കുരുമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടീൻ്റെ മണമൊക്കെ പോകുന്നത് വരെ സെറ്റാക്കി എടുക്കുക. ഓക്കെ. ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില, പിന്നെ മുന്നേ റെഡിയാക്കി വെച്ച തക്കാളി, ഇത് രണ്ടും അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ. അത് ഒരല്പം നേരം വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. സംഭവം നല്ല വെന്ത് നല്ല ഒട്ടഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലകൾ, സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് നല്ല ഫ്രഷ് മട്ടൺ കഴുകി ക്ലിയറാക്കി വെച്ച സാധനം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. നല്ല എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് കേട്ടോ. കറിക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. സംഭവം നമ്മളൊരു 3 വിസിലടുപ്പിച്ചിട്ടുണ്ട്. സാധനം നല്ല കിഡുലോസ്ക്കായി വന്നിട്ട് കേട്ടോ. ഓക്കെ. അപ്പം നേരെ ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. ഇതുണ്ടോ സാധനം. നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. ഇനി ഇതിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ നമ്മൾ ഈ സാധനം കുറച്ച് വറ്റിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ഒരു പരിപാടി. ഓക്കെ. അല്പം നേരം ഇതേപോലെ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായി ഈ സാധനം വറ്റിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട് കേട്ടോ. അധികം ഗ്രേവിയൊന്നുമില്ല ഇതിലേക്ക് ഇനി കുറച്ച് മല്ലി, അതുപോലെ പുതിനയില, ഈ സാധനം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ഏകദേശം ഒരു റോസ്റ്റ് കണ്ടീഷനിലായിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതിന് ശേഷം കമൻറ്റിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക.